ഹലോ നീറ്റ് ആസ്പിരൻസ്. എടാ നമ്മളെ നീറ്റ് എക്സാമിനേഷൻ മെയിൻ ആയിട്ട് ബയോളജിയിൽ ഡിസോർഡേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് മിക്സ് ആയിട്ടാണ് ചോദിക്കല്. ഫിസിയോളജി ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഡിസോർഡേഴ്സ് പഠിക്കുന്നുണ്ട്. സോ എല്ലാ ഡിസോർഡേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി എന്റെ മക്കൾ ശ്രമിക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇവിടെ ഫസ്റ്റ് വൺ എംഫൈസിമ അല്ലേടാ. എന്താണ് എംഫൈസിമ? ക്രോണിക് ചെയിൻ നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലല്ലേ പഠിക്കുന്നത് അല്ലെ? ഒരുപാട് വർഷം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ ആൽവിയോളർ വാൾസ് ഒക്കെ ഡാമേജ് ആവും. അങ്ങനെ വരുന്ന അസുഖമല്ലേ ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സിലല്ലേ എംഫൈസിമ കാണാം. ആൽവിയോളർ വാൾസ് ഡാമേജ് ആവുന്ന അവസ്ഥയാണ്. സോ ഇവിടെ ഉണ്ട്. സോ 2 എന്ന് വരും അല്ലെ. എന്താ ആൻസൈന പെക്ടോറിസ്? അക്യൂട്ട് ചെസ്റ്റ് പെയിൻ, പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന അല്ലെ, ഓക്സിജൻ ഒക്കെ ഡെഫിഷ്യൻസി ആയിട്ടാവാം. സോ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ when not enough oxygen is reaching to heart muscle, that is 3 അല്ലെ. എന്താണ് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്? നെഫ്രൈറ്റിസ് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദ കിഡ്നി. അത് ഗ്ലോമെറുലസിനെ ബാധിച്ചാലോ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് ആണ് പറയാ. അപ്പൊ ഡയറക്റ്റ് അല്ലേ അത്. എന്താ ടെറ്റനി അല്ലെ, ഹൈപ്പോ കാൽസിമിക് ടെറ്റനി. കാൽഷ്യം ലെവലൊക്കെ ബോഡി ഫ്ലൂയിഡിൽ കുറയുമ്പോൾ റാപ്പിഡ് സ്പാസം, വൈൽഡ് കോൺട്രാക്ഷൻ നമ്മളെ കൺട്രോൾ അല്ലാതെ വരുന്നു. ദാറ്റ് ഈസ് റാപ്പിഡ് സ്പാസം അല്ലെ, കോച്ചി പിടിക്കാന്നൊക്കെ പറയാറുണ്ടല്ലേ. മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ് 1 എന്ന് വരും. സോ നമ്മളെ ആൻസറിലേക്ക് നമ്മൾ എത്തിയില്ലടാ. 2 3 4 1 എന്ന് പറഞ്ഞ ഓപ്ഷനിലേ വരിക. 2 3 4 1 ഇവിടെ ഏതാണ്? 2 3 4 1 2 3 4 1 ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ. അപ്പൊ അവിടെ പല മക്കൾക്കും ബോഡി ഫ്ലൂയിഡ്സിലുള്ള അസുഖങ്ങളെ കുറിച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് കാർഡിയാക് അറസ്റ്റ്, എന്താണ് ഹാർട്ട് ഫെയിലർ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം എന്താണ് ഈ 3 കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ.